മൂന്നാം ബലാത്സംഗ പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിധി പറയുക. നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. മൂന്നാം ബലാത്സംഗ കേസിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് നിർണായകമാണ്. നിലവിലിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്നിപ്പോൾ വിധി പറയാനിരിക്കുന്നത്. വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയാനിരിക്കുന്നത്. ഈ മാസം 11-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായത്. അതിനുശേഷം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം തള്ളുകയും പിന്നീട് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ആ റിമാൻഡ് കാലാവധി ഇന്ന് കഴിയാനിരിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കോടതി കേട്ടിരുന്നു. ആ വിശദമായ വാദത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ വിധി പറയാനിരിക്കുന്നത്. പ്രതിഭാഗം ഉന്നയിച്ചത് പരാതിക്കാരിയുടെ വാദങ്ങളെല്ലാം കള്ളമാണെന്നും അതോടൊപ്പം തന്നെ ചില ഡിജിറ്റൽ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് നടന്നതെന്നും അതല്ലാതെ ബലാത്സംഗം നിലനിൽക്കില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലും സമാനമായ മറ്റ് 2 കേസുകൾ ഇത്തരത്തിലുണ്ടെന്നും ജാമ്യം നൽകിയതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കൂടാതെ ചില തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ മറ്റ് കേസുകൾ കൂടി പരിഗണിച്ചാകും ഇന്നത്തെ കോടതിയുടെ വിധി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു.